6 മണിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ആകാശത്തേക്ക് ഇപ്പോൾ നോക്കണം. നല്ല കാർമേഘമൊക്കെ ഉണ്ട് മൂടി. അവിടെ ഇവിടെയായിട്ട് പുട്ടുപോലെ വെള്ളയും കറുപ്പും ഒക്കെ ആയിട്ടുള്ള കാർമേഘങ്ങൾ ഇങ്ങനെ കാണാൻ എന്ത് രസമല്ലേ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. ഇപ്പം നമുക്ക് ലോക്ക്ഡൗൺ സമയമൊക്കെയാണ്, നമുക്കതുകൊണ്ട് പുറത്ത് പോയി ബ്യൂട്ടി പാർലറിൽ പോയി യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന മസാജാണ് ഞാൻ കാണിക്കുന്നത്. അത് എന്തിനൊക്കെ ഉള്ളതാണെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ അണ്ടറയിലുള്ള ഡാർക്ക്നെസ്, അണ്ടറയിലുണ്ടാകുന്ന റിങ്കിൾസ്, അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ്, അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിലുണ്ടാകുന്ന റിങ്കിൾസ്, ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ്, ഇങ്ങനെയൊക്കെ ഉള്ളതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ടും ചെയ്യേണ്ട ആൾക്കാർ 30 വയസ്സിനോട്ട് മേലോട്ടുള്ള ആൾക്കാരാണ് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത്. 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് ചെയ്തതെന്നല്ല ഞാൻ പറഞ്ഞത്. 30 വയസ്സിൽ മേലോട്ടുള്ളവർ കൂടുതൽ യൂസ്ഫുൾ ആവും. 30 വയസ്സ് കഴിയുമ്പോൾ മുതലാണ് നമ്മുടെ സ്കിന്നിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങുന്നത്. പിന്നെ ഇപ്പോൾ പൊതുവെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ണിനടിയിൽ ഡാർക്ക്നെസ് വരാറുണ്ട്. നമ്മുടെ ഏജ് പരമായിട്ട് നോക്കിയാൽ 30 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ശരിക്കും സ്ത്രീകൾക്ക് പൊതുവെ റിങ്കിൾസ് വരാറുള്ളത്. നമ്മൾ ചിന്ന് സാഗ് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ അവിടെ വേണം നമുക്ക് ഏജ് ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യുന്നത്, റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മസാജ് എങ്ങനെയാണെന്നും അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ചും പറയാനുള്ളത്, ഈ മസാജ് ചെയ്യുമ്പോൾ പിമ്പിൾസ് ഉള്ളവർ യാതൊരു കാരണവശാലും ഈ മസാജ് ചെയ്യരുത്. വേറൊന്നും കൊണ്ടല്ല, മസാജ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ഈ പിമ്പിൾസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ലേഡീസിനും ജെൻസിനും ഒരുപോലെ തന്നെ ചെയ്യാവുന്ന മസാജാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ ഈ മസാജ് എങ്ങനെയാണെന്നും എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര വേണം. അതായത് ഫ്രഷ് അലോവേര ആയാലും കുഴപ്പമില്ല. അലോവേരയുടെ ജെല്ല് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. കാരണം ചിലവർക്ക് അലോവേര ജെല്ല് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഫ്രഷ് അലോവേര യൂസ് ചെയ്യണ്ട. ഇതിപ്പം ഞാൻ ഇതിനകത്തെ കറയെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്കൊരു പേപ്പറിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതിനകത്തെ കറയെല്ലാം പോകും. കാരണം ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് റിങ്കിൾസിന് ഈ അലോവേര ജെല്ല്. അലോവേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഹെയറിനും സ്കിന്നിനും എല്ലാം ഒരുപാട് യൂസ്ഫുള്ളാണ് അലോവേര. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ പൾപ്പ് എടുക്കാം. ഇപ്പം ഞാൻ 2 എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ആവശ്യമുള്ളൂ, ഫേസിൽ തേക്കാനായിട്ട് ഇത് ആവശ്യമുള്ളൂ. അപ്പം നമുക്കിതൊന്ന് ഈ സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ആ ബ്രെഡ് പൊടിയുടെ കൂട്ടത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതായത് പ്യുവർ മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അതില്ലെങ്കിൽ കറിമഞ്ഞളാണെങ്കിൽ യൂസ് ചെയ്യാം. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം നമുക്ക് ഈ ബ്രെഡ് പൊടിയും മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്ത് ഇട്ടതിൻ്റെ പ്രധാന കാരണം, നമ്മുടെ ഈ അലോവേര ജെല്ലിൽ എന്തെങ്കിലും നമ്മൾ പ്യുവറായിട്ടുള്ള അലോവേര ജെല്ലിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേനും അതിൻ്റെ ഇത് പോയി കിട്ടും. ഇതുപോലെ വലിയ സ്പൂൺ നിറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലെമണിൻ്റെ സീക്രട്ട് നിങ്ങൾക്കറിയാമല്ലോ. സ്കിന്നിന് റിങ്കിൾസിന് ഏറ്റവും പറ്റിയ വളരെ ഗുണമുള്ളൊരു സാധനമാണ്. ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ലെമണ്. അതുപോലെ തന്നെ നമ്മുടെ അലോവേരയും. ഇത് രണ്ടും കൂടെ ചേർന്നാൽ സ്കിന്നിൻ്റെ ചുളിവുകളെന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. ഭയങ്കര റിസൾട്ടാണ് അതിന്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. നമ്മൾക്ക് ഈ ലെമണിൻ്റെ കുറച്ച് നീര് ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ഇട്ടേണ്ട കാരണം നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും ഈ ബ്രെഡ് പൊടി യൂസ് ചെയ്താൽ. അതിനായിട്ടാണ് ഞാൻ ഈ ബ്രെഡ് പൊടി ഇതിനകത്ത് ഇട്ടത്. അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടിയും ഉപയോഗിക്കാം. ചിലർക്ക് അരിപ്പൊടി ഇട്ട് സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് പുകച്ചിലൊക്കെ ഉണ്ടാകും. അതായത് സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണെങ്കിൽ ഇതുപോലെ അരിപ്പൊടി ഇടുമ്പോൾ ഭയങ്കര പുകച്ചിലുണ്ടാവും. പക്ഷേ ബ്രെഡ് പൊടി ആണെങ്കിൽ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല. ഏത് സ്കിന്നുകാർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് ബ്രെഡ് പൊടി. അപ്പോൾ ഇത്രയും സാധനമേ ഉള്ളൂ നമ്മുടെ ഈ മസാജിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് മസാജ് ചെയ്യാൻ തുടങ്ങാം. നന്നായിട്ട് നമ്മളിത് കണ്ണടിയിലും അതുപോലെ തന്നെ കണ്ണിന് മേളിലും നെറ്റിയിലും മുഖം മൊത്തം ഇട്ട് കൊടുക്കുക. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഫേസ് ആൻഡ് നെക്ക് കവർ ചെയ്യണം. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ.
ഈ നമ്മൾ മിക്സ് ചെയ്ത കൂട്ടെടുത്ത് 2 കൈയിലും ഒന്ന് തടവുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചൂണ്ടുവിരലല്ല ഉപയോഗിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടുള്ള ആ വിരൽ ഉപയോഗിക്കണം. അപ്പം നമ്മളിങ്ങനെ അതിൽ മുക്കി നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മുടെ കണ്ണിനടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യുക. ഫസ്റ്റ് ക്ലോക്ക് വൈസ് ചെയ്യുക, സെക്കൻഡ് തിരിച്ച് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. 2 മിനിറ്റ് ചെയ്ത് കൊടുക്കുക. അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ ഈ വിരൽ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും മേളിലോട്ട് നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ പൊക്കിയെടുത്ത് ചെയ്യുക. ഐബ്രോസിന് താഴെയുള്ള റിങ്കിൾസ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നല്ലതായിട്ട് ടൈറ്റായിട്ട് ഐബ്രോസ് ഇങ്ങനെ ചെയ്യുക. കണ്ണിൻ്റെ അടിവശത്തോട് ഒരുപാട് പ്രഷർ കൊടുക്കരുത്, സോഫ്റ്റായിട്ട് ചെയ്യുക. കണ്ണിന് മേളിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്ത് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 2 മിനിറ്റ് നേരം ഈ മസാജ് തുടരുക. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടുത്തെ ഒരു ഡ്രൈനെസ് അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ 3 വിരൽ ഉപയോഗിക്കുക. ഈ 3 വിരൽ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏറ്റവും സിമ്പിളായൊരു മസാജാണിത്. കാരണം നമുക്ക് ഒരാൾ മസാജ് ചെയ്ത് തന്നാലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നിസ്സാരമായിട്ടുള്ള മസാജാണ് കാണിക്കുന്നത് ഞാൻ, റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട്, അവിടെ ടച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കൊണ്ട് ടച്ച് ചെയ്യുക. അങ്ങനെ 3 തവണ നമ്മൾ അത് ടച്ച് ചെയ്യുക. ഇത് തന്നെ ആവർത്തിച്ച് ഒരു 2 മിനിറ്റ് ആവർത്തിക്കുക. എപ്പോഴും നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് റിങ്കിൾസ് ആരംഭിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുന്നത്. ഇങ്ങനെ വലിച്ചു വിടുക. നമ്മുടെ ഈ ഒരു കോർണറിലുള്ള ഈ പ്രഷർ പോയിന്റിലോട്ട് ആ 2 കൈവിരലും കൊണ്ടുവരണം. മൂക്കിൻ്റെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ അത് 3 വട്ടം ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഈ 3 വിരൽ വെച്ചിട്ട് നമ്മൾ മേളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യുക. താഴോട്ട് ചെയ്താൽ സ്കിന്നിന് സാഗ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മേളിലോട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ മേളിലോട്ട് തന്നെ ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ആവർത്തിക്കുക. പിന്നെ നമ്മുടെ കവിള് തുടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മസാജാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കവിൾ ഒട്ടിയവർക്കൊക്കെ കവിൾ നന്നായിട്ട് തുടുത്തു വരും. അതായത് നല്ല കവിളുണ്ടാവും. അതിനോട് കൂടിയുള്ള മസാജാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാ മസാജും ചെയ്യുമ്പോൾ 2 മിനിറ്റ് വീതം ആവർത്തിക്കണം. ഒത്തിരി പ്രഷർ കൊടുക്കണ്ട, സ്മൂത്തായിട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള മസാജ് നമ്മുടെ ഈ ഒരു മാർക്സ്, ഇവിടുത്തെ ഒരു മാർക്സ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാജാണ്. അത് നമ്മൾ ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കുക. എന്നിട്ടത് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ ചിഹ്നമുള്ളവർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള റിങ്കിൾസ് ഇതെല്ലാം മാറിക്കിട്ടും. നമുക്കിത് ഓയിലിട്ടും വേണം ചെയ്യാം. ആൽമണ്ട് ഓയിൽ, ജോജോബ ഓയിൽ, അങ്ങനെയുള്ള പല ഓയിലിട്ടും നമുക്കിത് ചെയ്യാം. അപ്പം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള മസാജാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയാണ്. നെറ്റി നമ്മൾ ഈ 2 വിരൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. അത് ഒരു 2 മിനിറ്റ് ചെയ്യണം, നെറ്റിയിലെ റിങ്കിൾസ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ നല്ല രക്തയോട്ടം ഉണ്ടാവും. അപ്പോൾ സ്കിന്നിനുള്ള ചുളിവുകൾ കുറയും. മെയിനായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയുള്ള മസാജാണ് ഞാൻ കാണിച്ചത്. ഇതൊരു പഞ്ചകർമ്മയുടെ മസാജാണ്. ഈ മസാജ് എല്ലാം നിങ്ങൾ 2 മിനിറ്റ് വീതം ചെയ്യുക. ഇത് ഒരാഴ്ച റെഗുലറായിട്ട് ചെയ്യുക. പിന്നത്തെ ആഴ്ച മുതൽ ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ മസാജ് നിങ്ങളെല്ലാവരും മുടങ്ങാതെ ചെയ്ത് നോക്കുക. കണ്ണിന് മുകളിലും എല്ലാം തേക്കാം. നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് ഡ്രൈ ആവാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് നിങ്ങൾ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് ഇട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല.
എന്നിട്ട് നന്നായിട്ട് മുഖം ക്ലീൻ ആക്കിയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് കഴുകി. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിന്ന്. നല്ല എഫക്റ്റീവാണ് ഈ മസാജിന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഒരിക്കലും മറക്കരുത്. സ്കിന്നുകാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ മസാജ് ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. എനിക്കിപ്പോൾ 45 ഏജായി. ഇത് ആഴ്ച 2 ദിവസം എങ്കിലും മുടങ്ങാതെ ചെയ്യുന്ന ഒരാളാണ്. എനിക്കതിൻ്റെ നല്ല മാറ്റം ഉണ്ടാകാറുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഞാൻ അതിനെല്ലാം മറുപടി പറയുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ മസാജ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു മസാജാണിത്, നല്ല റിസൾട്ടാണ് ഇതിന്. നിങ്ങളത് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ റിങ്കിൾസ് എല്ലാം കുറയും. നമ്മുടെ സ്കിൻ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഈ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഞാൻ പറയാതെ തന്നെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ എല്ലാം ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.